നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ വിങ്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ചിക്കൻ വിങ്സ് ഏകദേശം ഒരു 10 ഉണ്ടെന്ന് തോന്നുന്നത്. ഒരു 10 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചിക്കൻ വിങ്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്തുള്ള ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ആ വിങ്സിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നടുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് 2 ലോലിപോപ്പ് ഉണ്ടാക്കാവേ. അപ്പോൾ അതിനകത്ത് ഒരു പീസിൽ ഈ 2 ബോൺ കാണും. ആ ഒരു കുഞ്ഞു ബോണ് നമ്മൾ എടുത്ത് കളയുക. മറ്റൊരു പീസിൽ ഒരു നല്ലൊരു ബോണാണ് കാണുന്നത്. അപ്പോൾ ഈ 2 ബോണുള്ളതിനകത്ത് കുഞ്ഞു ബോണ് നമ്മളിതുപോലെ കത്തി വെച്ചതിന് ശേഷം ബോണ് ശേലം നമ്മൾ താഴോട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതെടുത്ത് കുഞ്ഞു ബോൺ എടുത്ത് കളഞ്ഞതിന് ശേഷം മറ്റേ ബോണുണ്ടല്ലോ, തിക്കായിട്ടുള്ള ഒരു ബോണ് അതിനകത്തുനിന്ന് ഫ്ലഷ് താഴോട്ട് മാറ്റി ആ ലോലിപോപ്പിൻ്റെ ഒരു ഷേപ്പിലാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ 2 ബോണും ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അതേ സെയിം ആ സ്കിന്നോട് കൂടി തന്നെയാണ് അതിനകത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ പീസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർത്തി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതിന് ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കോൺഫ്ലവർ ക്രിസ്പിനെസ്സിന് വേണ്ടി കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മൈദ ആദ്യമേ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റുക. നമ്മുടെ ഈ ലോലിപോപ്പ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ആ ബാറ്ററിൽ. നമ്മുടെ പഴംപൊരിയൊക്കെ തയ്യാറാക്കത്തില്ല ആ ഒരു കോട്ടിങ് പോലെ. അപ്പോൾ അതുപോലെ ഒരു കോട്ടിങ് തയ്യാറാക്കിയതിന് ശേഷം ഓരോ ലോലിപോപ്പ് ഇതുപോലെ ചിക്കൻ പീസസ് ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുക. നമുക്കത് അകം വേകുകയും വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, സോസ് കൂട്ടി കഴിക്കാം. അപ്പോൾ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അപ്പം വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.